എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലടോ. അങ്ങനെ ഓണപരിപാടിയും കഴിഞ്ഞു. അടുത്തിനി വീഡിയോ എടുക്കാൻ ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പൂജപ്പുരയിൽ നവരാത്രിയോടനുബന്ധിച്ചുള്ള കിട്ടിലും പ്രോഗ്രാംസ് നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. പിന്നെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ, പെട്ടെന്ന് തന്നെ പോകണ്ടേ. അപ്പോൾ ഒന്നും നോക്കില്ല, ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എത്തിയപ്പം കുറച്ച് താമസിച്ചു. സ്വാഭാവികം. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്തുള്ളവർ മാത്രം കണ്ടാൽ പോരല്ലോ, പുറത്തുള്ളവരൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ അവർ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്ത് ഫോളോ ചെയ്തിട്ട് പോണേ, മറക്കൂല്ലെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ലൈറ്റ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഞാൻ പോയപ്പോൾ വേറെ എന്തൊക്കെയോ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറെ റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചു നേരം കുട്ടികളെ പാർക്ക് ചെയ്തിട്ട് എല്ലാ റൈഡിലും കയറാന്നാണ് വിചാരിച്ചത്. ഇതിലും വലിയ ഗതികെട്ടം വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഇത്രയും സമയം ഉണ്ടായിരുന്നിട്ടും എല്ലാം ക്ലോസ് ചെയ്ത സമയപ്പോഴാണ് ഞാൻ പോയി കയറി കൊടുത്തത്. എന്തെന്നറിയില്ല, അവർ നേരത്തെ എല്ലാം ക്ലോസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു റൈഡിലും കയറാൻ പറ്റില്ല. നല്ല വിഷമമുണ്ട്. എനിക്ക് കണ്ടുകൊണ്ട് നടക്കുന്നതിന് ഒരു പ്രത്യേക സുഖമില്ലേ. ഒരു സാധനവും വാങ്ങിയില്ലെങ്കിലും ചുമ്മാ വിലയും ചോദിച്ചിട്ട് അതുവഴി ഇതൊക്കെ നടക്കണം. ഒരു റൈഡിലും കയറാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ ഞാൻ നേരെ മാനവീയത്തൊട്ടു. എന്റെ വീട്ടിൽ നിന്ന് ഈ മാനവീയത്ത് വരെ ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. എന്നും രാത്രി ഇങ്ങനെ വരെ എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ചെറിയ വട്ടൊക്കെ ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. സംഭവം ഞാൻ ഇവിടെ എത്തിയത് നല്ല മഴ പെയ്തു. ആദ്യം മഴയത്ത് ഒതുങ്ങി നിൽക്കാനാണ് തോന്നിയത്. പിന്നെ ഈ മഴ ഇങ്ങനെ പെയ്യണണ്ട് ഒതുങ്ങി നിൽക്കാനേ തോന്നിയില്ല. എന്റെ അണ്ടകടാകം വരെ നനഞ്ഞു. സംഭവം നല്ലൊരു ഫീൽ ആണെങ്കിലും എന്റെ കൂടി മഴയൊന്നും നനയില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യവസായില്ല ഇങ്ങനെയൊക്കെ മഴ നനഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ്. ഇത്തവണ ആ മഴ നേരത്തെ എത്തും. എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലടോ. ഇനിയും മഴ നനഞ്ഞ പണി കിട്ടുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ചൂടാവാൻ വേണ്ടി ഒരു ചായയും കുടിച്ചായിരുന്നു. ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ബൈ.